കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ മത്സരം ബിജെപിയും എൽഡിഎഫും തമ്മിലാണെന്ന് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പരാജയഭീതിയിൽ തനിക്കെതിരെ അപര സ്ഥാനാർത്ഥിയെ നിർത്തിയത് UDF ആണെന്നും ഷാനവാസ് ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂറിനെയായിരുന്നു പരിഗണിച്ചിരുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കാസർഗോഡ് മണ്ഡലം. പ്രധാനമായും LDF സ്വതന്ത്രനായ ഷാനവാസ് പാദൂറിന്റെ വരവോടുകൂടിയാണ് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം കളമൊരുങ്ങിയിരിക്കുന്നത്. എല്ലാ സമയത്തും മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായ കാസർഗോഡ് ഇത്തവണ INL LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുമ്പോൾ പോരാട്ടം തീവാറുമെന്ന് തന്നെ പറയേണ്ടി വരും. ഷാനവാസ് പാദൂർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കാസർഗോഡ് പ്രധാനമായും 3ാം സ്ഥാനത്താണ് LDF. പക്ഷേ ഇത്തവണ ഒരു പാദൂർ LDF സ്വതന്ത്രനായി എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നത്? ആളുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ്? വളരെ നല്ല റെസ്പോൺസാണ് ഈ കഴിഞ്ഞ 3 ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 1.5 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. കാസർഗോഡും മഞ്ചേശ്വരത്തും CPMന്റെ വോട്ട് കിട്ടിയിട്ടാണ് ലീഗ് ജയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അന്ന്. അവരെ വേവലാതി ഷാനവാസിനെ കൊണ്ടുവന്ന് പാർട്ടിയുടെ മത്സരിപ്പിക്കുമ്പോൾ കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ആ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. CPMന്റെ വോട്ട് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി ഷാനവാസ് പാദൂറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ ജെൻസി, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഈ മൂന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടൊരു അപരൻ വന്നു? അതിന്റെ മറുപടി ഞാനല്ല പറയേണ്ടത്, നിർത്തിച്ച ആൾക്കാരാണ് പറയേണ്ടത്. ഇനി ഏതായാലും അവർ പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPക്കെതിരെ ഒരു അപരൻ്റെ വലിയ ചർച്ചയും കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ്. അവിടെ LDFനെതിരെ ഒരു അപരനെ നമ്മൾ കണ്ടിരുന്നോ? ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി ആരാണോ ആൾക്കെതിരെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപരനെ നിർത്താറ്. LDF സ്ഥാനാർത്ഥിനെ ഭയപ്പെടുന്നുണ്ട്? അല്ലല്ല, ഭയപ്പെടുന്നുണ്ടെന്നല്ല. UDF ഇപ്പം അംഗീകരിക്കുകയാണ് അവർക്ക് തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥി എത്തി നിൽക്കുന്നുണ്ട്. അത് UDF ഇപ്പോൾ 1ാം സ്ഥാനത്താണോ ഉള്ളത് 2ാം സ്ഥാനത്താണോ ഉള്ളത് എന്ന് UDF തീരുമാനിച്ചോട്ടെ. ആദ്യം അവർ പറഞ്ഞു BJPയുമായി ഡീൽ. ഇപ്പോൾ BJPയുമായി ഡീൽ എന്ന് പറയുമ്പോൾ ഷാനവാസ് വന്ന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അത് BJPക്ക് ചാൻസ് ആയി കൊടുക്കും. അങ്ങനെയാണ് ബിജു ഒട്ടൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഷാനവാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷാനവാസ് വന്നിട്ട് ന്യൂനപക്ഷത്തിൻ്റെ 1000 വോട്ട് പിടിക്കുകയാണെങ്കിൽ 2ാമത്തെ ഷാനവാസ് വന്ന് വീണ്ടും ന്യൂനപക്ഷത്തിന് ഒരു 1000 വോട്ടും കൂടി പിടിക്കുകയാണ്. ഇത് ഫലത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ BJPക്കാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപര സ്ഥാനാർത്ഥിനെ ആര് കൊണ്ടുവന്നു അതും കൂടി നമ്മൾ അറിയണമല്ലോ. ആർക്ക് വേണം മത്സരിക്കുക? ബിജുവോട്ട് മത്സരിച്ചൂടെ? ഈ അപര സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാനവാസ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് BM ജമാലാണ്. നമ്മൾ പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയതും അഡ്വക്കേറ്റ് BM ജമാലാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവ് നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ BJPക്ക് ഇത്തവണ യാതൊരു സാധ്യതയും കാസർഗോഡ് മണ്ഡലത്തിലില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിന് സമാനമായി കാസർഗോഡ് മണ്ഡലവും ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം LDFന്റെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തെയും ഏവരെയും ഫലം ഉറ്റുനോക്കുന്നതും. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.